ചീവിടുകൾ ഓർത്തോപ്റ്ററെ എന്ന ക്രമത്തിൽ ഗ്രലിഡേ കുടുംബത്തിൽ വരുന്ന ചെറു പ്രാണികളെയാണ് നമ്മൾ പൊതുവെ ക്രിക്കറ്റുകൾ അല്ലെങ്കിൽ ചീവിടുകൾ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇത്തരം ചീവിടുകൾ രാത്രികാലങ്ങളിൽ ധാരാളം ശബ്ദമുണ്ടാക്കുക. ഇത് പൊതുവെ ബ്രൗണ്, കറുപ്പ് അത്തരം കളറുകളിലൊക്കെയാണ് നമ്മളിതിനെ കാണാറുള്ളത്. അതിൻ്റെ ഒരു സൗണ്ട് നമുക്കൊന്ന് നിലവിൽ കേട്ട് നോക്കാം. ഇതിന് പൊതുവെ ചിറകും പിൻകാലുകളും നീളമുള്ള ആന്റിനകളൊക്കെ കാണാൻ സാധിക്കും. ഇത് ഇത്തരം ചീവിടുകൾ പൊതുവെ കുറേ വിഭാഗങ്ങൾ ചിറകുകൾ ഉരുമിയിട്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇതിനെ സ്റ്റെഡുലേഷൻ എന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ അതിൻ്റെ പേര് സാങ്കേതികമായിട്ട് സ്റ്റെഡുലേഷൻ എന്നാണ് പറയുക. ചിറകുകളും പിൻകാലുകളൊക്കെ ഉരച്ച് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന രീതികൾ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റുകൾ അല്ലാതെ വേറൊരു രീതിയിലും ശബ്ദമുണ്ടാക്കുന്ന, യഥാർത്ഥത്തിൽ ചീവിടുകൾ എന്ന് പറയാൻ സാധിക്കാവുന്ന ചില പ്രാണികളെയാണ് നമ്മൾ പൊതുവെ സിക്കാഡുകൾ എന്ന് പറയുന്നത്. സിക്കാഡുകൾ പൊതുവെ യഥാർത്ഥത്തിൽ ചീവിടുകൾ എന്ന പേരാണ്, അതിനാണ് അന്വർത്ഥമാകുന്നത്. എന്നാൽ ഇത്തരം സിക്കാഡുകൾ ശബ്ദമുണ്ടാക്കുന്നത് അതിൻ്റെ അടിവയറിൻ്റെ ഭാഗത്ത് ടിമ്പലുകൾ എന്ന പ്രത്യേക അവയവം വഴി ഒരു രീതിയിൽ ചലിപ്പിച്ചുകൊണ്ടാണ് അത് ശബ്ദം ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ ചീവിടുകളും ചിറകൾ ഉരുമി അല്ല ശബ്ദമുണ്ടാക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. സിക്കാഡുകൾ ഒരു പ്രത്യേക രീതിയിൽ, അതായത് സിക്കാഡുകൾ ഹെമിറ്റേറ എന്ന ഒരു ക്രമത്തിൽ ഉൾപ്പെടുന്ന ചില ജീവികളാണ്. ഈ ക്രിക്കറ്റുകൾ എന്ന് പറയുന്ന, നമ്മൾ പൊതുവെ ചീവിടുകൾ എന്ന് പറയുന്ന ഇത്തരം പ്രാണികൾ, ബ്രൗണ്, കറുപ്പ് നിറത്തിലൊക്കെ ഇങ്ങനെ കാണുന്ന അത്തരം പ്രാണികൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് നമുക്ക് അതിന്റെ ഫാക്റ്റുകൾ പറയുകയാണെങ്കിൽ ഇവ പൊതുവെ അപകടകാരികളൊന്നുമല്ല, എങ്കിലും ഇവ കടിക്കാറുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം ക്രിക്കറ്റുകളെ ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട്, ഒരു വിഭവമായിട്ട് കണക്കാക്കാറുണ്ട്. ഇപ്പോൾ തായ്ലൻഡിലൊക്കെ ആണെങ്കിൽ വറുത്ത് കുരുമുളകൊക്കെ ചേർത്ത് സോസൊക്കെ ചേർത്ത് ജിംഗ്ലീഡ് എന്ന ഒരു ഫ്രൈ രീതിയിൽ അവരതിനെ കഴിക്കാറുണ്ട്. ഇന്ന് സയൻസും പറയുന്നത് നമ്മുടെ ഭക്ഷ്യക്ഷാമത്തിന് വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡും കൂടിയാണെന്ന് പറയാറുണ്ട്. പ്രോട്ടീനും മറ്റ് പോഷകങ്ങളൊക്കെ ധാരാളം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റുകൾക്ക് ഇവയുടെ ഒരു ഭാരം എന്ന് പറയുന്നത് 0.2 മുതൽ 0.8 ഗ്രാം വരെയൊക്കെ ആയിരിക്കുന്നുണ്ട്. ചില രാജ്യത്ത്, അതായത് ചൈനയിലൊക്കെ ആണെങ്കിൽ ഈ ക്രിക്കറ്റുകളെ ഈ നമ്മൾ ചീവിഡ് എന്ന് വിളിക്കുന്ന ഒരു വലിയ ഫാമിലിയിൽപ്പെട്ട ഏകദേശം 900ഓളം വെറൈറ്റികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ ഭാഗ്യത്തിന്റെ പ്രതീകമായിട്ട് ചില രാജ്യത്ത്, ചൈനയിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത്, ഇത്തരം ക്രിക്കറ്റുകൾക്ക് ശ്വാസകോശം ഇല്ല. അപ്പൊ അവർക്ക് വായിലൂടെയോ മൂക്കിലൂടെയോ ശ്വസിക്കാൻ കഴിവുമില്ല. പകരം അവരുടെ ശരീരത്തിന്റെ സൈഡുകളിൽ, വശങ്ങളിലുള്ള ചെറിയ ദ്വാരത്തിലൂടെയാണ് വായു എടുക്കുന്നത്. സ്പെക്കിൾസ് എന്നാണ് ഈ ഒരു ദ്വാരത്തിന് പറയുന്ന പേര്. സ്പെക്കിൾസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ 900-ലധികം പല വിഭാഗത്തിലുണ്ട്. അതിനൊക്കെ തനതായ ചില സൗണ്ടുകളും ഉണ്ട്. ചിലവ ചിറകുകൾ ഉരുമിയിട്ട് ശബ്ദമുണ്ടാക്കും. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട വേറൊരു വിഷയം, ഇത്തരം ക്രിക്കറ്റുകൾക്ക് ചെവികൾ അതിൻ്റെ കാലുകളിലാണ് ഉള്ളത്. കൂടാതെ പുറത്ത് അന്തരീക്ഷത്തിലെ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ ഇവ വേഗത്തിൽ വളരെ
അധികം സൗണ്ടുകൾ ഉണ്ടാക്കും. രാത്രി കാലങ്ങളിലാണ് ഇവ കൂടുതലും സൗണ്ട് ഉണ്ടാക്കുക. ഇനി ക്രിക്കറ്റുകൾ, വളരെ പ്രധാനപ്പെട്ട ചില ക്രിക്കറ്റുകളുടെ, അതായത് ചീവീടുകളുടെ പേര് ഞാനിവിടെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള നല്ല അറിവുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും നിങ്ങളുടെ നോളജുകൾ വർദ്ധിപ്പിക്കാനും അതേപോലെ പരീക്ഷകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ഈ ഒരു അറിവുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരറിവും നമുക്ക് ചെറുതല്ല. അപ്പൊ ഇവിടെ എഴുതി കാണിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ചീവിടുകൾ എന്ന് പറയുന്ന ചില ജീവികളാണ് സിക്കാഡുകൾ. അപ്പൊ ഇത്തരം സിക്കാഡുകൾക്ക് ഉള്ളൊരു പ്രത്യേകത, പല നിറത്തിലുള്ള കളറുകൾ ഇതിനുണ്ട് എന്ന് പറയാം. ഒന്ന്. രണ്ടാമത്, സിക്കാഡുകൾക്ക് വളരെയധികം ദീർഘായുസ്സുകളുണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്ന മറ്റു ജീവികൾക്ക്, പ്രാണികൾക്ക് 2-3 വർഷത്തെ 2 വർഷത്തെ ആയുസൊക്കെയാണ്, 1 വർഷത്തേക്ക് ആയുസാണ് ഉണ്ടാകുന്നത്. അപ്പൊ സിക്കാഡുകള് ഇവയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും നിംഫുകളായിട്ട് ഭൂമിക്ക് അടിയിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ മരത്തിന്റെ വേരുകളിൽ നിന്നുള്ള സ്രവം ഒക്കെ എടുത്ത് അത് ഭക്ഷിക്കും. അതിനനുസരിച്ചുള്ള മൗത്ത് പീസും ഉണ്ടായിരിക്കും. ഒരു 13-14 അങ്ങനെയൊക്കെ വർഷം കൂടുമ്പോൾ കൂട്ടമായിട്ട് മണ്ണിന്റെ അടിയിൽ നിന്നും അത് മുതിർന്നവരായിട്ട് ചിറകുകളൊക്കെ വെച്ച് ഉയർന്നു വരികയും ധാരാളമായി ഒരുമിച്ച് ഉയർന്നു വരികയും ഇണർ ചേർന്ന ശേഷം അത് നശിച്ചു പോവുകയും ചെയ്യാറുണ്ട്. ഇത് പറയുന്ന കൂട്ടത്തിൽ നമ്മളൊന്ന് പറയേണ്ടത്, ഇത്തരം സിക്കാഡുകൾ ഇല്ലാത്ത, ചീവീടുകൾ ഇല്ലാത്ത ഒരു സ്ഥലമാണ് നിശബ്ദതയുടെ താഴ്വര എന്നൊക്കെ നമ്മൾ പറയുന്ന സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ ഇത്തരം സിക്കാഡുകളാണ് ഇല്ലാത്തത്. ഇപ്പൊ ധാരാളം സിക്കാഡുകൾ ഒരുമിച്ച് ശബ്ദമുണ്ടാക്കുക. ഇത് പകലാണ് കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത്. അപ്പൊ ശബ്ദമുണ്ടാക്കുമ്പോൾ വലിയൊരു മഴ പെയ്യുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. അത്രയും കടുത്ത രീതിയിലുള്ള ഡെസിബൽ, 100 ഡെസിബൽ വരെ സൗണ്ടുകൾ സൃഷ്ടിക്കാൻ സിക്കാഡുകൾക്ക് സാധിക്കും. പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന, സിക്കാഡുകളെ മനസ്സിലാക്കാൻ, സിക്കാഡുകളുടെ ചിറകുകൾ സുതാര്യമായിട്ടുള്ള രീതിയിലാണ്, ഡ്രാഗൺ ഫ്ലൈ ഒക്കെ പോലെ സുതാര്യമായ രീതിയിലാണ് ഉള്ളത്. സിക്കാഡുകൾക്ക് വലിയ കണ്ണുകളും ഉണ്ടായിരിക്കും. വിശാലമായ ഒരു കാഴ്ചശക്തിയും സിക്കാഡുകൾക്ക് ഉണ്ടാകാറുണ്ട്. സിക്കാഡുകൾ പൊതുവെ മനുഷ്യരെ കടിക്കുകയോ കുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ആൺസിക്കാഡുകളാണ് കൂടുതലും, ആൺസിക്കാഡുകളാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. പിന്നെ സിക്കാഡുകളെ കുറിച്ച് മനസ്സിലാക്കുന്ന വേറൊരു ഫാക്ട്, സിക്കാഡുകൾ അപൂർണമായിട്ടുള്ള രൂപാന്തരീകരണത്തിന് വിധേയരാകുന്നുണ്ട്. അതായത് മുട്ട, നിംഫ്, മുതിർന്നവര് എന്ന രീതിയിൽ. ഇപ്പൊ സിക്കാഡുകൾ ലോകത്തെമ്പാടും, അതായത് വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ അങ്ങനെ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും സിക്കാഡുകൾ നിലവിൽ കാണപ്പെടുന്നുണ്ട്. സിക്കാഡുകൾ പൊതുവെ ഭൂമിക്ക് അടിയിൽ നിന്നും ഒരുമിച്ച് ഉയർന്നു വരിക. ഇതിനെ സിക്കാഡ ബ്രൂഡ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ചീവിഡ് എന്ന് പറയുന്ന ആ ഒരു പ്രാണി യഥാർത്ഥത്തില് ക്രിക്കറ്റുകളാണ്. ഇതൊക്കെ പുൽച്ചാടി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വലിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രാണികളാണ്. യഥാർത്ഥത്തിൽ ചീവിഡ് എന്ന പേരിന് അന്വർത്ഥമാക്കുന്നത് സിക്കാഡുകളാണ്. ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക, വളരെ നല്ലൊരു അറിവായിട്ട് എടുക്കുക. അപ്പോൾ ഇത്തരം അറിവുകൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും കൂടുതൽ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു ചാനല് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം അറിവുകൾ, ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി, മറ്റുള്ളവരിലേക്കും എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് ഇത്തരം ശാസ്ത്രീയമായ അറിവുകൾ നിങ്ങൾക്ക് തരുന്നതിന് നല്ല സപ്പോർട്ടായിട്ട്